എതിരാളി ആരെന്ന് ചിന്തിക്കുന്നില്ലെന്നും സ്വന്തം കഴിവിൽ വിശ്വസിച്ച് പോരാടുകയാണെന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം പറഞ്ഞുകൊണ്ട് പരിശീലകൻ ടി.ജി. പുരുഷോത്തം 24നോട് സംസാരിച്ചു. പ്ലേ ഓഫ് ബർത്ത് നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും നോവയും തമ്മിൽ കളത്തിൽ വെച്ചുണ്ടായ പ്രശ്നം സംസാരിച്ച് തീർത്തെന്നും ടി.ജി. പുരുഷോത്തം 24നോട് വെളിപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. ആദ്യ 12 മത്സരങ്ങളിൽ വെറും 3 ജയം, പിന്നീടുള്ള 7 മത്സരങ്ങളിൽ 4 ജയം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കുതിപ്പിന് പിന്നിൽ ഒരു മലയാളി മാജിക് എന്നാണ് ആരാധകരുടെ പക്ഷം. ആ മലയാളി മാജിക്കിൻ്റെ പേരാണ് TGP മാജിക് എന്നു വിളിക്കുന്ന ടി.ജി. പുരുഷോത്തമൻ. സ്വാഗതം. താങ്കളുടെ ഒരു TGP മാജിക് എന്നാണ് ആരാധകർ ഒറ്റ വാക്കിലെ വിശേഷിപ്പിക്കുന്നത്. അത് TGP മാജിക് ആണോ, അല്ലെങ്കിൽ താങ്കളുടെ ഒരു വിജയമന്ത്ര അതെന്താണ്? ഇല്ല, ഇതിൽ മാജിക് ഒന്നുമില്ല. ഒരു ടീമായിട്ട് കളിക്കുക, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇത് നമുക്ക് അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള കളിക്കാരും നമ്മുടെ കയ്യിൽ. അവരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്തോളും. കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യമായിട്ടാണ് ചെന്നൈയിൽ പോയി അവിടെ തോൽപ്പിക്കുന്നത്. ആ ഒരു ക്രെഡിറ്റും ഒരു മലയാളിക്ക് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സന്തോഷമാണ്. ഓരോ വിജയവും നമുക്ക് പോസിറ്റീവ്നെസ് തന്നിട്ടുള്ളൂ. ഓരോ വിജയം മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം എപ്പോഴും നമുക്ക് ആർജിച്ചു വന്നിട്ടുള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ വലിയ സന്തോഷം, ഒരു ചരിത്ര ജയത്തിന്റെ ഇടയിലും ചെറിയൊരു നിരാശ അത് ചോദിക്കുന്ന ആരാധകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ലൂണയും നോവയും തമ്മിലുള്ള ചെറിയൊരു ക്ലാഷ്. അപ്പോൾ ലൂണ അതിന് ശേഷം തൊട്ട് പിന്നാലെ തന്നെ പറഞ്ഞിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് താൻ ആ പ്രശ്നം പരിഹരിക്കുന്നു. ആ പ്രശ്നം പരിഹരിച്ചോ? അതെ, ക്യാപ്റ്റൻ പറഞ്ഞല്ലോ, റോൾ പറഞ്ഞതെല്ലാം ഇത് ക്വൈറ്റ് നാച്ചുറൽ. പ്രൊഫഷണൽ ഫുട്ബോളിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അത് അത്രയ്ക്ക് വലിയൊരു ഇഷ്യൂ ആക്കണ്ട. ദേ നോ ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ് ഇഷ്യൂ. മോഹൻ ബഗാൻ ചെറിയ ടീമല്ല, ഒരുപക്ഷെ ഏറ്റവും ഡെഡ്ലി ടീം, ISL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് തന്നെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. അവർക്കെതിരെ ഒരു ചലഞ്ചാണ്, എന്നാൽ വി ആർ റെഡി ഫോർ ദാറ്റ്. മോഹൻ ബഗാനോ ഈസ്റ്റ് ബംഗാളോ അല്ലെങ്കിൽ മറ്റേ ഏത് ടീമെന്നുള്ളതല്ല, നമുക്ക് ഒപ്പോൺ ടീം ഏതാണോ അതിൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അത് മനസ്സിലാക്കി അതിനെ എന്താ തരണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആ റിസൾട്ട് പോസിറ്റീവ് ആണെന്നുള്ള വിശ്വാസമുണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി വിൽ സീ. മോഹൻ ബഗാൻ ചെറിയ ടീമല്ല, ഒരുപക്ഷെ ഏറ്റവും ഡെഡ്ലി ടീം, ISL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് തന്നെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. പക്ഷേ നമ്മുടെ ഒരു എൽ ക്ലാസിക്കോ എന്നൊക്കെ തന്നെയാണ് സ്ഥിരമായി വിശേഷിപ്പിക്കാതെ. അവർക്കെതിരെ ഒരു ചലഞ്ചാണ്, എന്നാൽ വി ആർ റെഡി ഫോർ ദാറ്റ്. ഷുവർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ചാലഞ്ചിനെ അതിജീവിച്ചാലേ പറ്റൂ. നമ്മളത് അതിജീവിക്കുക. നമുക്ക് എല്ലാ ടീമും ഞങ്ങളുടെ കളിക്കാരിൽ കാണുന്നതെന്ന് വെച്ചാൽ ദേ ആർ ദ ബെസ്റ്റ്. അതിൽ മോഹൻ ബഗാനോ ഈസ്റ്റ് ബംഗാളോ അല്ലെങ്കിൽ മറ്റേ ഏത് ടീമെന്നുള്ളതല്ല, നമുക്ക് ഒപ്പോൺ ടീം ഏതാണോ അതിൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അത് മനസ്സിലാക്കി അതിനെ എന്താ തരണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആ റിസൾട്ട് പോസിറ്റീവ് ആണെന്നുള്ള വിശ്വാസമുണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി വിൽ സീ. എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും തകർക്കട്ടെ. പ്ലേ ഓഫ്, കിരീടം, ചെന്നൈയിലെ ചരിത്രം, ലീഗിലെ ചരിത്രമായ ആദ്യത്തെ കിരീടം എന്നുള്ളത് ഒരു മലയാളി കോച്ചിലൂടെ വരട്ടെ എന്നുള്ളതാണ് ആരാധകൻ എന്ന തരത്തിൽ എനിക്കും പറയാനുള്ളത്. എല്ലാ ഭാവുകങ്ങളും നേരിടും. Let's be positive. We'll do it.